ആകാശവാണി. പാർക്കിൻസൺസ് അവബോധത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും സങ്കീർണമായ അവസ്ഥകളിലൊന്നാണ് പാർക്കിൻസൺസ് രോഗം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് കൃത്യമായ ധാരണ സമൂഹത്തിൽ ഇന്നും കുറവാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാ വർഷവും ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത്. 1817 ഈ രോഗത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ വിവരണം നൽകിയ ലണ്ടനിലെ ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺസിന്റെ ജന്മദിനത്തോടുള്ള ആദരസൂചകമായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ആൻ എസ്സേ ഓൺ ദി ഷേക്കിംഗ് പാൾസി എന്ന തന്റെ കൃതിയിലൂടെയാണ് അദ്ദേഹം രോഗലക്ഷണങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. 1997 ലോകാരോഗ്യ സംഘടനയുടെയും യൂറോപ്യൻ പാർക്കിൻസൺസ് ഡിസീസ് അസോസിയേഷന്റെയും സഹകരണത്തോടെ ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങി. ലോകമെമ്പാടും ഏപ്രിൽ മാസം പാർക്കിൻസൺസ് ബോധവൽക്കരണ മാസമായും ആചരിക്കാറുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഈ നാഡീരോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, രോഗികൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, അവർക്ക് ആവശ്യമായ പിന്തുണയും ചികിത്സയും ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ചുവന്ന ട്യൂലിപ്പ് പൂവാണ് ഈ രോഗത്തെ സൂചിപ്പിക്കുന്ന ആഗോള ചിഹ്നം. ബ്രിഡ്ജ് ദി കെയർ ഗ്യാപ്പ് അഥവാ പരിചരണത്തിലെ വിടവുകൾ നികത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഇടയിലുള്ള തടസ്സങ്ങൾ നീക്കി എല്ലാവർക്കും മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മസ്തിഷ്കത്തിലെ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന ഭാഗത്തെ നാഡീകോശങ്ങൾ അപചയിക്കുന്നതുമൂലം ഉണ്ടാകുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണിത്. നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന ഡോപ്പമൈൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കോശങ്ങളാണ്. ഡോപ്പമൈന്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരഭാഗങ്ങളിലേക്ക് ശരിയായി എത്താതിരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ശരീരത്തിന്റെ ചലനങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയും വിറയൽ, പേശികൾ വലിഞ്ഞുമുറുകുക, ചലനങ്ങളുടെ വേഗത കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു. നടക്കാനുള്ള ബുദ്ധിമുട്ടും ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടലും, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, സംസാരിക്കാനും ഭക്ഷണമിറക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയും ലക്ഷണങ്ങളാണ്. രോഗാവസ്ഥയെപ്പറ്റി പ്രൊഫസറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ന്യൂറോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ചിത്ര ആകാശവാണിയോട്. തലച്ചോറിലെ നാഡീകോശങ്ങൾ ദ്രവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഇത് പ്രധാനമായും ചലനശേഷിയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മുഖത്ത് മാസ്ക് ധരിച്ചിരിക്കുന്നത് പോലെ ഭാവഭേദങ്ങൾ കുറയുക, നടക്കുമ്പോൾ ഒരു വശത്തെ കൈ വീശി നടക്കുന്നത് കുറയുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. ഈ രോഗം പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിലും മരുന്നുകളിലൂടെയും മറ്റു തെറാപ്പികളിലൂടെയും നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. കൃത്യമായി ചികിത്സയിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. പ്രായമായവരിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നതെങ്കിലും ജനിതക കാരണങ്ങളാൽ യുവാക്കളെയും ഇത് ബാധിക്കാം. ജനിതക ഘടകങ്ങൾ, കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അമിത ഉപയോഗം, മസ്തിഷ്കത്തിനുണ്ടാകുന്ന ആഘാതങ്ങൾ എന്നിവ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നത് കൃത്യമായ ചികിത്സ നൽകാൻ സഹായിക്കും. പാർക്കിൻസൺസ് നിർണ്ണയിക്കാൻ പ്രത്യേക രക്തപരിശോധനകളോ സ്കാനിങ്ങുകളോ നിലവിലില്ല. ഒരു ന്യൂറോളജിസ്റ്റ് രോഗിയുടെ ശാരീരിക ലക്ഷണങ്ങളും മെഡിക്കൽ ഹിസ്റ്ററിയും പരിശോധിച്ചാണ് രോഗം ഉറപ്പാക്കുന്നത്. ഈ രോഗത്തിന് നിലവിൽ പൂർണ്ണമായ ശമനം നൽകുന്ന ചികിത്സയില്ലെങ്കിലും ആധുനിക മരുന്നുകളിലൂടെയും ശസ്ത്രക്രിയകളിലൂടെയും രോഗലക്ഷണങ്ങളെ വലിയൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. മരുന്നുകൾക്കൊപ്പം തന്നെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, കൃത്യമായ വ്യായാമം എന്നിവ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഭക്ഷണക്രമത്തിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നതും സജീവമായ സാമൂഹിക ജീവിതം നയിക്കുന്നതും രോഗത്തെ പ്രതിരോധിക്കാൻ ഗുണകരമാണ്. പാർക്കിൻസൺസ് ബാധിതരായ വ്യക്തികൾക്ക് ശാരീരികമായ ചികിത്സയേക്കാൾ ഉപരിയായി മാനസികമായ പിന്തുണയാണ് ആവശ്യം. നിത്യജീവിതത്തിലെ ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നേക്കാം. സമൂഹവും കുടുംബവും അവരെ ചേർത്തുപിടിക്കുകയും അവരുടെ അവസ്ഥയെ ക്ഷമയോടെ ഉൾക്കൊള്ളുകയും വേണം. അറിവില്ലായ്മ മൂലം അവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം രോഗത്തെക്കുറിച്ച് ശരിയായ അറിവ് നേടുകയും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനം നൽകുന്ന സന്ദേശം. പാർക്കിൻസൺസ് രോഗികൾക്ക് നൽകേണ്ട പരിചരണത്തെക്കുറിച്ചും മാനസിക പിന്തുണയെക്കുറിച്ചും ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ ടി വി ആകാശവാണിയോട്.
പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖം ബാധിച്ച ആൾക്കാർക്ക് മിക്കവാറും വളരെ സ്ലോ ആയിട്ടാണെങ്കിലും അസുഖം പലപ്പോഴും കൂടി വരുന്നതാണ് കാണുന്നത്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിലാണ് അത് കൂടുതലും ഒരു ഡെബിലിറ്റേറ്റിംഗ് ഡിസീസായിട്ട്, അതായത് ഭയങ്കര ഒരു കിടപ്പ് രോഗിയായിട്ട് അങ്ങനെ മാറുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇത് ചികിത്സിക്കുമ്പോൾ ബന്ധുക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ രോഗം പലപ്പോഴും നടക്കാനുള്ള പ്രയാസമായിട്ടും കൈക്ക് വിറയിലായിട്ടും ബാലൻസിൻ്റെ പ്രശ്നങ്ങളായിട്ടും അങ്ങനെയൊക്കെയാണ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുന്നത്. രോഗികളിൽ ഇത് കൂടാതെ തന്നെ അവരുടെ സ്വഭാവത്തിൽ കാണുന്ന മാറ്റങ്ങൾ, ഈ നോൺ മോട്ടോർ സിംറ്റംസ് എന്ന് പറയുന്നത്, അതായത് ഈ മൂവ്മെൻറ്റിനല്ലാതെ ഉള്ള ചില കോൺസ്റ്റിപ്പേഷൻസ് അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങളും കാണും. മെജോറിറ്റി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ അസുഖങ്ങൾ ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ BP അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖം ഒക്കെ മിക്കവാറും സ്ട്രോക്ക് അസോസിയേറ്റഡ് കാണാം. കാര്യം അവരെ പ്രായം മിക്കവാറും അങ്ങനെയുള്ളതാണ്. അതായത് ഒരു 60 വയസ്സിന് ശേഷമുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് മിക്കവാറും ഈ പാർക്കിൻസൺ പേഷ്യൻസ് ഞങ്ങളടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർക്കിൻ്റെ മരുന്നുകൾ കൊടുക്കുക, അതിൻ്റെ സിംറ്റംസ് കൺട്രോൾ ചെയ്ത് വയ്ക്കുക എന്നതിലുപരി ഇവരുടെ സോഷ്യൽ റീഹാബിലിറ്റേഷൻ, അതായത് അവർക്ക് എന്തുമാത്രം മാനസികമായും ശാരീരികമായും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ഇതാണ് മെയിനായിട്ട് ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങളും ബന്ധുക്കളെന്നുള്ള രീതിയിൽ നിങ്ങളും പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സും അറിഞ്ഞിരിക്കണം. രോഗ ചികിത്സിക്കുന്ന ആൾക്കാർ, അത് ഇപ്പോൾ ബന്ധുക്കളാണെങ്കിലും കെയർ ഗീവേഴ്സ് ആണെങ്കിലും അവരെ മാനസികമായും ശാരീരികമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനസിക സന്തുലനാവസ്ഥയിലായിരിക്കണം നമ്മളും അവരെ പരീക്ഷിക്കേണ്ടത്. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ, അത് പലപ്പോഴും പ്രധാനം. നമ്മൾ അങ്ങനെ ഒരു രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. പാർക്കിൻസൺസ് രോഗം ബാധിച്ച വ്യക്തിയെ പരിചരിക്കുന്ന അനുഭവം തിരുവനന്തപുരം സ്വദേശി ഉദയകുമാർ പങ്കുവെക്കുന്നു. ഈ പാർക്കിൻസോണിസം ബാധിച്ച രോഗികളുടെ പരിചരണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു സഹായിയുടെ ആവശ്യമുണ്ട്. എൻ്റെ അമ്മയ്ക്കാണ് ഈ പ്രശ്നമുള്ളത്. അമ്മയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജോലിക്ക് ആളെയൊന്നും വെച്ചിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്. കൃത്യമായിട്ട് വർഷങ്ങളായി മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ന്യൂറോ ഡോക്ടറെയാണ് കാണിക്കുന്നത്. ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് പെട്ടെന്ന് കൂടാത്ത തരത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ബാത്റൂമിനകത്തും ബെഡ്റൂമിലും അടുക്കളയിലുമൊക്കെ നടക്കുമ്പോൾ പിടിച്ച് നടക്കുന്നതിനുള്ള ഹാൻഡ് റെയിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ തെന്നിപ്പോകാത്ത തരത്തിലുള്ള വാക്കിംഗ് സ്റ്റിക്കുണ്ട്. ഇരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് കൊച്ചുകുട്ടികളുമായിട്ടൊക്കെ ആക്റ്റീവായി നിലനിർത്തുന്നത് കൊണ്ട് അത്ര വലിയ ഓർമ്മക്കുറവും ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ശരിക്കും രോഗം പുറമേ ഒന്നും പ്രകടമാകാതിരുന്ന സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ ഇങ്ങനെ മറ്റൊരു രോഗത്തിന് മരുന്ന് വാങ്ങാൻ പോയപ്പോൾ ആണ് ഇതിൻ്റെ ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ലക്ഷണമായിട്ട് അന്ന് കണ്ടത് കൈവിരൽ വെച്ചിട്ട് കൈവിരൽ ഇങ്ങനെ നൂല് നമ്മൾ ഉണ്ട ഉരുട്ടുന്നത് പോലെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷണം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് പാർക്കിൻസോണിസത്തിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു, ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി പിന്നെ ന്യൂറോ ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് പാർക്കിൻസോണിസം ആണെന്ന് അറിയുന്നത്. അത്ര തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ, അന്ന് മുതലേ ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കണം ഇപ്പോഴും അത്ര പെട്ടെന്ന് ഒരുപാട് കൂടാത്ത തരത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചതെന്ന് തോന്നുന്നു. പാർക്കിൻസൺസ് രോഗത്തെ ആയുർവേദത്തിൽ കമ്പവാദം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിലെ വാതദോഷത്തിന്റെ അമിതമായ വർധനവ് മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് ആയുർവേദ കാഴ്ചപ്പാട്. നാഡീവ്യൂഹത്തെ ശക്തിപ്പെടുത്താനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന ചികിത്സാ രീതികളാണ് പാർക്കിൻസൺസ് രോഗത്തിനായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നത്. പാർക്കിൻസൺസിനെതിരായ ആയുർവേദ ആരോഗ്യ ചികിത്സാ രീതികളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അമ്പിളി കൃഷ്ണ ആകാശവാണിയോട്. പാർക്കിൻസൺസ് രോഗം ആയുർവേദത്തിൽ ഇതിനെ കമ്പവാതം എന്ന പേരിൽ വിവക്ഷിക്കുന്നു. ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുകയും വ്യത്യസ്ത ചികിത്സാ ശാഖകളിലെ സാധ്യതകളെക്കുറിച്ചുള്ള അറിവിലൂടെയും രോഗികളുടെ ജീവിതത്തിന് കരുത്തു പകരാൻ കഴിയുകയുള്ളൂ. ആയുർവേദ പ്രകാരം ഈ രോഗത്തിന് പ്രധാന കാരണം വാതദോഷത്തിന്റെ വർധനയും ദഹന വ്യവസ്ഥയിൽ തകരാറുമാണ്. ആയുർവേദ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം വാതശമനം, ധാതുപോഷണം, ശരിയായ ദഹനം, നാഡീശക്തി വർദ്ധിപ്പിക്കൽ എന്നിവയാണ്. ആയുർവേദ ചികിത്സകളായ ഉദ്വർത്തനം, ഉത്സാദനം അഥവാ ഔഷധ സമ്പന്നമായ പൊടിയിട്ട് ശരീരത്തിൽ തിരുമുക, ധാന്യാമളധാര ചെയ്യുക, പഞ്ചകർമ്മ ചികിത്സയായ നെയ് സേവ, വയറിളക്കൽ, വസ്തി ചെയ്യുക, നസ്യം ചെയ്യുക എന്നീ ചികിത്സാ രീതികൾ പാർക്കിൻസോണിസിന് വളരെ ഫലപ്രദമാണ്. ആയുർവേദത്തിൽ രസായന ചികിത്സയും
കപികച്ചു, ബ്രാഹ്മി, അശ്വഗന്ധ എന്നീ മരുന്നുകൾ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് നാഡീശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും രോഗത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും സഹായിക്കുന്നു. പാർക്കിൻസൺസ് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ലെങ്കിലും ലക്ഷണങ്ങൾ കുറയ്ക്കാനും ജീവിതനില മെച്ചപ്പെടുത്താനും രോഗത്തിന്റെ പുരോഗതി മന്ദഗതിയിലാക്കാനും ആയുർവേദ ചികിത്സ വളരെ സഹായകരമാണ് എന്ന് ഗവേഷണങ്ങളിലൂടെയും ചികിത്സാ അനുഭവങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പാർക്കിൻസൺസ് രോഗികൾക്ക് മരുന്നുകൾ പോലെ തന്നെ പ്രധാനമാണ് കൃത്യമായ വ്യായാമം. ശരീരത്തിന്റെ ചലനശേഷി നിലനിർത്താനും പേശികളുടെ കാഠിന്യം കുറയ്ക്കാനും വ്യായാമം സഹായിക്കുന്നു. നടത്തം, യോഗ, ഫിസിയോതെറാപ്പി, മുഖത്തെ പേശികൾക്കുള്ള വ്യായാമം, എയ്റോബിക് വ്യായാമങ്ങൾ എന്നിവ പേശികളുടെ വഴക്കം നിലനിർത്താൻ സഹായിക്കും. പാർക്കിൻസൺസ് രോഗിയുടെ ചലനശേഷി വർദ്ധിപ്പിക്കാനും ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ സഹായിക്കാനും ഇത് ഫലപ്രദമാണ്. പാർക്കിൻസൺസ് രോഗികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക ഫിസിയോതെറാപ്പി രീതികളെക്കുറിച്ച് സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ഗായത്രി ജവഹർ. പാർക്കിൻസോണിസം ഒരു ന്യൂറോ ഡീജനറേറ്റീവ് രോഗമാണെന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റിജിഡിറ്റി, ബ്രാഡിക്കനേസിയ, സ്റ്റൂപ്ഡ് പോസ്ചർ ഇതുകൂടാണ്ട് മറ്റ് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇതിലും കാണപ്പെടുന്നതാണ്. ഇത് ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ പോലും ബുദ്ധിമുട്ടിക്കും. ഇത്തരം സാഹചര്യത്തിൽ ഫിസിയോതെറാപ്പി വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇത് രോഗം പൂർണ്ണമായി മാറ്റാൻ കഴിയില്ലെങ്കിലും രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വലിയ രീതിയിൽ സഹായിക്കുന്നു. ഫിസിയോതെറാപ്പിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്ഥിരമായി വ്യായാമം ചെയ്താൽ, അതായത് എയറോബിക് ട്രെയിനിങ് എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ചലനശേഷി മെച്ചപ്പെടുത്താൻ കഴിയും. സ്ട്രെച്ചിങ്, മൊബിലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ പേശികളുടെ കടുപ്പം കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇവരുടെ കൂന് കാരണം ഇവർക്ക് ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവർക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. രോഗം നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ മരുന്നിനൊപ്പം ഫിസിയോതെറാപ്പിയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങൾ അവർക്ക് കിട്ടും. അവരെ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് വർഷം ജീവിക്കാനും അത് സഹായിക്കുന്നുണ്ട്. ഡോപ്പാമിനെ ഉൽപ്പാദിപ്പിക്കുന്ന നാഡീകോശങ്ങൾ ദ്രവിച്ചു പോകുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗത്തിലെ മിക്ക ചലന വൈകല്യങ്ങളും വരുന്നത്. നാഡീകോശങ്ങൾ ദ്രവിച്ചു പോകുന്നത് തടയാനോ ദ്രവിച്ചവയെ തിരികെ കൊണ്ടുവരാനോ ചികിത്സകളില്ല. ലക്ഷണങ്ങളുടെ തീവ്രത കുറച്ച് രോഗിയുടെ ജീവിത ഗുണനിലവാരം നിലനിർത്തുകയാണ് നിലവിൽ ചെയ്യുന്നത്. തലച്ചോറിലെ ഡോപ്പാമിൻ പ്രവർത്തനം ഉയർത്തും. ഡോപ്പാമിൻ നേരിട്ട് തലച്ചോറിലെത്താത്തതിനാൽ തലച്ചോറിൽ ചെന്നിട്ട് ഡോപ്പാമിനായി മാറാൻ കഴിയുന്ന ലീവോഡോപ്പ എന്ന രാസവസ്തുവാണ് പ്രധാന ചികിത്സയായി ഉപയോഗിക്കുന്നത്. സർജറി ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി പ്രൊഫസർ ഡോക്ടർ ശ്യാം കൃഷ്ണൻ. പാർക്കിൻസൺ രോഗം പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എങ്കിലും മരുന്നുകൾ കൊണ്ടും ഫിസിയോതെറാപ്പി തുടങ്ങിയ മാർഗങ്ങൾ കൊണ്ടും രോഗിയുടെ ലക്ഷണങ്ങൾക്ക് വളരെ നല്ല ആശ്വാസം പകരാനും രോഗിയെ നിത്യജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇന്ന് സാധിക്കും. മരുന്ന് ചികിത്സ കൊണ്ട് വളരെയധികം വർഷങ്ങൾ രോഗിക്ക് ഇങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ജീവിത നിലവാരം നൽകുവാനായി സാധിക്കും. എന്നാൽ രോഗം വർദ്ധിച്ചു കഴിയുമ്പോൾ ചില രോഗികളിൽ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തുടങ്ങിയ നൂതന ശസ്ത്രക്രിയാ ചികിത്സകളും ആവശ്യമായിട്ട് വരാറുണ്ട്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് പാർക്കിൻസൺ രോഗത്തിലും മറ്റ് ചലന വൈകല്യങ്ങളിലും മരുന്ന് ചികിത്സ ഫലപ്രദമായി കാണാത്ത അവസ്ഥയിൽ ചില രോഗികളിൽ വളരെ ഫലപ്രദമായേക്കാവുന്ന ഒരു ചികിത്സയാണ്. തലച്ചോറിൽ 2 വൈദ്യുത ചാലകങ്ങൾ സ്ഥാപിച്ച് ആ ചാലകങ്ങൾ വഴി തലച്ചോറിനുള്ളിലേക്ക് കൃത്യമായി പ്രോഗ്രാം ചെയ്ത വൈദ്യുത തരംഗങ്ങൾ കടത്തിവിട്ട് രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ചികിത്സാവിധിയാണ് ഇത്. പാർക്കിൻസൺ രോഗം ബാധിക്കുന്ന എല്ലാ രോഗികളിലും ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ശസ്ത്രക്രിയ ഫലപ്രദമാകണമെന്നില്ല. പാർക്കിൻസൺ രോഗചികിത്സാ രീതികളിൽ ഇന്ന് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. രോഗത്തെക്കുറിച്ച് പുതിയ പഠനങ്ങൾ ഭാവിയിൽ കൂടുതൽ മികച്ച ചികിത്സാ രീതികൾ ലഭിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നു. പാർക്കിൻസൺസ് ബാധിതർക്ക് കൃത്യമായ പരിചരണവും മാനസികമായ പിന്തുണയും നൽകുന്നതിലൂടെ അവർക്ക് മാന്യവും സംതൃപ്തവുമായ ഒരു ജീവിതം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. രോഗം നേരത്തെ കണ്ടെത്തുകയും അതിന്റെ പുരോഗതി കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ഗവേഷണങ്ങൾ നീങ്ങുന്നത്. പാർക്കിൻസൺസ് അവബോധത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, കൃഷ്ണ പ്രകൃതി. അവതരണം അഞ്ജന പുതിയമഠം.